ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വോയേജിൻ്റെ വീഡിയോയിൽ കൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് TT ഇഞ്ചക്ഷനെ പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും TT ഇഞ്ചക്ഷൻ എടുക്കാത്തവരായിട്ടോ അല്ലെങ്കിൽ TT ഇഞ്ചക്ഷനെ പറ്റി കേട്ടിട്ടില്ലാത്തവരായിട്ടുള്ളവർ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും കേട്ട് ഭയങ്കര പരിചിതമായിട്ടൊരു ഇഞ്ചക്ഷൻ്റെ പേര് ചോദിക്കുകയാണെങ്കിൽ ഭൂരിഭാഗം പേരും പറയും TT. എന്താണ് ആക്ച്വലി ഈ TT ഇഞ്ചക്ഷൻ? എന്തിനാണ് നമ്മൾ TT ഇഞ്ചക്ഷൻ എടുക്കുന്നത്? ആരൊക്കെയാണ് TT ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്? എപ്പോഴൊക്കെയാണ് നമ്മൾ TT ഇഞ്ചക്ഷനെ പറ്റി ചിന്തിക്കേണ്ടത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് TT ഇഞ്ചക്ഷനെ പറ്റിയുള്ള ഒരു മിഥ്യാധാരണ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം, അല്ലേ? നമ്മൾ സ്വാഭാവികമായിട്ടും TT ഇഞ്ചക്ഷനെ പറ്റി ചിന്തിക്കുക നമ്മുടെ കാലിൽ വലിയൊരു മുറിവ് പറ്റിയാലോ അല്ലെങ്കിൽ ഒരു ആണി തുളച്ച് കയറിയാലോ നമ്മൾ അപ്പം ചിന്തിക്കുന്നതാണ് എന്നാൽ പോയിട്ട് TT എടുത്തേക്കാം, ഇനി മുറിവ് പഴുക്കണ്ടാകും, അല്ലേ? ഇങ്ങനെയല്ലേ ഭൂരിഭാഗം പേരും ചിന്തിക്കാറ്. പക്ഷേ ആക്ച്വലി ഇതിനാണോ നമ്മൾ TT ഇഞ്ചക്ഷൻ എടുക്കുന്നത്? TT ഇഞ്ചക്ഷനെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് TT എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. TT എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു പ്രതിരോധ കുത്തിവയ്പ്പാണ്. എന്താണ് ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം? ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ടോക്സിൻ മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ടെറ്റനസ്. ടെറ്റനസിൻ്റെ മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ പേശികളും മസിലുകളൊക്കെ വലിഞ്ഞു മുറുകി ഭയാനകമായ വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു അസുഖം നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു പ്രതിരോധ കുത്തിവയ്പ്പാണ് TT ഇഞ്ചക്ഷൻ. ഞാനിപ്പോൾ പറഞ്ഞു ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം നമ്മുടെ പേശികൾ വലിഞ്ഞു മുറുകി വേദനാജനകമായിട്ടുള്ളൊരു അസുഖമാണെന്നല്ലേ. അല്ലാണ്ട് മുറിവ് വരുമ്പോൾ മുറിവ് പഴുക്കുന്ന ഒരു അസുഖമല്ല ടെറ്റനസ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന TT ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ മുറിവ് പഴുക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. TT ഇഞ്ചക്ഷൻ മുറിവ് പഴുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഇഞ്ചക്ഷൻ അല്ല. അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെയാണ് ഈ TT ഇഞ്ചക്ഷനെ പറ്റി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ TT ഇഞ്ചക്ഷൻ നമ്മൾ എപ്പോഴൊക്കെയാണ് എടുക്കുക? നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഒരു നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളുണ്ട്. എന്ന് പറഞ്ഞാൽ ജനിച്ച് വീഴുന്ന തൊട്ടുള്ള കുട്ടികൾക്ക് ഓരോരോ പ്രായത്തിലെടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളാണ്. ഈ കുത്തിവയ്പ്പുകളിൽ പലതരം ഇഞ്ചക്ഷൻസും പലതരം അസുഖങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് ഉൾപ്പെടുന്ന ഒരു അസുഖമാണ് ഈ പറയുന്ന ടെറ്റനസ്. അപ്പോൾ ആദ്യത്തെ 3 ഡോസുകൾ നമ്മൾ ജനിച്ച് വീഴുന്ന ആ ഒരു ആഴ്ചകളിൽ 6, 8, 10 തുടങ്ങിയ ആഴ്ചകളിലും പിന്നെ 5ാമത്തെ വയസ്സിൽ കുട്ടിക്കൊരു ബൂസ്റ്റർ ഡോസും കൊടുക്കുന്നുണ്ട്. ഈ ഡോസ് DPT എന്ന് പറയുന്ന ഡിഫ്തീരിയ, പെർtussis, ടെറ്റനസ് എന്ന് പറയുന്ന 3 അസുഖങ്ങൾക്കും ഒരുമിച്ച് നമ്മൾ വരാണ്ട് കമ്പൈൻഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു വാക്സിനേഷനാണ്. ഇത് കൂടാതെ TT എന്ന് പറയുന്ന വാക്സിൻ മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നത് കുട്ടികൾക്ക് 10ാം വയസ്സിലും 15ാം വയസ്സിലുമാണ്. അപ്പോൾ DTP ആയിട്ട് 6, 8, 10 തുടങ്ങിയ ആഴ്ചകളിലും 5ാം വയസ്സിലൊരു ബൂസ്റ്റർ ഡോസ് ഓഫ് DTPയും 10ഉം 15ഉം വയസ്സുകളിൽ TT മാത്രമായിട്ട് നമ്മൾ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൻ്റെ ഭാഗമായി തന്നെ എല്ലാ കുട്ടികൾക്കും കൊടുത്തു വരുന്ന വാക്സിൻ.
എന്തിനാണ് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ, അമ്മമാരാവാൻ പോകുന്ന സ്ത്രീകളെ TT ഇഞ്ചക്ഷൻ കുത്തിവെപ്പിക്കുന്നത്? അപ്പോൾ അത് മെയിനായിട്ടും അമ്മമാർക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല, അവരിലൂടെ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. നിയോനേറ്റൽ ടെറ്റനസ് എന്നാണ് അതിന് പറയുക. ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മമാരെ കുത്തിവെക്കുന്നത്. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ടെറ്റനസ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് അവരുടെ കുട്ടികൾക്ക് നിയോനേറ്റൽ ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാനാണ്. 16 ആഴ്ച കഴിഞ്ഞ അമ്മമാർക്ക് 2 മാസത്തെ ഇടവേളകളിലായിട്ട് 2 ടെറ്റനസ് ടോക്സോയിഡ് TT ഇഞ്ചക്ഷനാണ് നമ്മൾ ഇത്തരത്തിൽ നിയോനേറ്റൽ ടെറ്റനസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിൽ കുത്തിവെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതാണ് ടെറ്റനസ് ടോക്സോയിഡ് അല്ലെങ്കിൽ TT ഇഞ്ചക്ഷൻ എന്ന് നമ്മൾ പൊതുവെ സിമ്പിളായിട്ട് പറയാനുള്ള ഇത്രയും ഗൗരവമേറിയ ഇഞ്ചക്ഷനെ പറ്റി എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങൾ ഇതോടുകൂടി മാറി കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള ഹെൽത്ത് വീഡിയോസായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ